ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ബ്രെഡ് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ചെറിയൊരു മസാലയോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെഡിയാക്കി എടുക്കാനാണെങ്കിലും ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. ബ്രെഡും ഉരുളക്കിഴങ്ങുമാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകൾ അത്രമാത്രം മതിയാവും. അപ്പോൾ ചെറിയൊരു മസാലയോട് കൂടിയിട്ടുള്ള നമ്മുടെ ഈ സ്നാക്സ് ചൂടോടുകൂടി എല്ലാവരും തയ്യാറാക്കി കഴിച്ചു നോക്കുക. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഞാനൊരു 3 വലിയ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. തീരെ കനം കുറഞ്ഞ ചെറിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു 4 വരെയൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ബ്രെഡ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബ്രെഡ് നല്ലപോലെ കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. 3 ബ്രെഡും നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൈ വെച്ചതായി ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ശരിക്കും ഒട്ടും തന്നെ കനമൊന്നും ഇല്ലാത്ത രീതിയിൽ തീരെ നൈസായിട്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. മിക്സിയുടെ ജാറിലൊന്നും ചേർക്കേണ്ട, ഇതേപോലെ കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തതാണ്. ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രം മതിയാവും. തീരെ ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ശരിക്കും ഒന്ന് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമ്മുടെ ഈ ബ്രെഡിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ നമ്മുടെ മല്ലിയിലയോ അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിലയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരേ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചെറിയൊരു മസാലയുടെ ടേസ്റ്റോട് കൂടിയിട്ടാണ് ഈ സ്നാക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അത്രയും മതിയാകും. ഇനി ചെറിയൊരു ജീരകത്തിൻ്റെ പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂൺ നല്ലപോലെ കൈവച്ച് ഒന്ന് ഞെരട്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു പിഞ്ച് മാത്രം നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയൊന്നും ഒരുപാട് ചേർക്കേണ്ട, ഒരു പിഞ്ച് ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി മാത്രം മതിയാവും. ഇനി എണ്ണയിലൊന്നും പൊടിഞ്ഞു പോരാതിരിക്കാൻ നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ അല്ലാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ ആയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൈവച്ച് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മല്ലിപ്പൊടിയൊന്നും ഒരുപാട് ചേർക്കേണ്ട, ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ അത്രമാത്രം മതിയാവും. കൂടെ തന്നെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ നന്നായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഏതെങ്കിലും ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നമ്മൾ ഏത് ഷേപ്പ് ആക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുക്കുക. അപ്പോൾ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാനിവിടെ ഇതേപോലെ ചെറിയൊരു ഫിംഗർ ഷേപ്പിലാട്ടോ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കനത്തിലായി പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ റെഡിയായിട്ട് വരാൻ കുറച്ച് താമസം പിടിക്കും. ഒരുപാടങ്ങ് കനം കുറയ്ക്കുകയും വേണ്ട, എന്നാൽ ഒരുപാടങ്ങ് കനത്തിലായി പോവുകയും ചെയ്യരുത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണെന്നുണ്ടെങ്കിലും അതേപോലെ അങ്ങ് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ ഷേപ്പാക്കുന്നതിന് മുമ്പ് കയ്യിൽ എപ്പോഴും കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുക്കുക. ഇതേപോലെ അങ്ങ് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടതാ, ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 3 ബ്രെഡും അതേപോലെ തന്നെ 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചതെന്നാണ് ഇത്രയധികം സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കുറച്ചും കൂടി ചെറിയ ഷേപ്പിലൊക്കെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സ്നാക്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതേപോലെ ഷേപ്പിൽ എല്ലാം അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് 2 വശം ഒന്നിങ്ങ് മൊരിയിച്ചെടുത്താൽ മാത്രം മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം എണ്ണയിലേക്കിട്ട് 2 വശം മുരിഞ്ഞ് ഒന്ന് റെഡിയായി കഴിയുമ്പോൾ അങ്ങ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഒരുപാട് കനമൊന്നും ഇല്ലാത്തതല്ലേ. ഇനി ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രധാന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പൊരുന്നു എന്നുള്ളതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ മുറുക്കം ഇല്ലാത്തതുകൊണ്ടാണ് എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോരുന്നത്.
നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങ് ഷേപ്പാക്കി എടുക്കുമ്പോൾ തന്നെ നല്ല മുറുക്കത്തിൽ ഇങ്ങ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോരാതെ അതേപോലെ എണ്ണയൊന്നും കുടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പതുക്കെ ഇങ്ങനെ റഫായിട്ടല്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് മുറുക്കത്തിൽ തന്നെ ഇങ്ങ് പ്രസ് ചെയ്തെടുക്കുക നമ്മൾ ആ ഷേപ്പാക്കി എടുക്കുന്ന നേരത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും എണ്ണയിലിട്ട് കഴിയുമ്പോൾ പൊട്ടിയൊന്നും പോരാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടത് നന്നായിട്ട് 2 വശം മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇതേപോലെ ബാക്കിയുള്ള സ്നാക്സും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഏതൊരു സ്നാക്സ് ചെയ്തെടുക്കുമ്പോഴും ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് എന്നല്ല, ഏതൊരു സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന നിസ്സാര ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പീസാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കഴിക്കാൻ നേരത്ത് ഒരുപാടൊക്കെ തണുത്ത് പോയിട്ട് കഴിക്കരുത്. ഇതേപോലുള്ള സ്നാക്സൊക്കെ ചെറു ചൂടോടുകൂടി തന്നെ കഴിക്കുക. മാത്രമല്ല സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ ഒരുപാട് കരിഞ്ഞൊന്നും പോകാതെ, എന്നാൽ ഉള്ളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് പുറം ഭാഗമൊക്കെ ആണെങ്കിലും നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് ശരിക്കും ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടോ നല്ല പോലെ തന്നെ ഉള്ളൊക്കെ വെന്ത് ശരിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതുപോലുള്ള പുതിയ നല്ല അടിപൊളി റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.